ഇളം കാറ്റിനെ പോലെ തഴുകാനും കൊടുങ്കാറ്റിനെ പോലെ സർവ്വതും നശിപ്പിക്കാനും അവനറിയാം. അവനോട് കൊമ്പ് കോർക്കുമ്പോൾ സൂക്ഷിക്കണം. കോപം മൂർച്ഛിച്ചാൽ മറ്റുള്ളവർ കാണിക്കുന്ന സാമാന്യ മര്യാദ പോലും അവൻ കാണിക്കില്ല. അയാൾ ഒരു നിമിഷം തൻ്റെ പുത്രനെക്കുറിച്ച് ആലോചിച്ചു. ഒരു പിതാവിൻ്റെ വാത്സല്യം താൻ ഒരിക്കലും അവന് നൽകിയിട്ടില്ല. താൻ ഇതിനു മുന്നേ അവനെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും തങ്ങൾക്ക് വേണ്ടി അവൻ പോരാടി. ഇന്നോളം തന്നെ അന്വേഷിച്ച് വന്നിട്ടില്ലാത്ത, തനിക്കൊരു പുത്രൻ്റെ സ്ഥാനം പോലും നൽകാത്ത പിതാവിനു വേണ്ടി പോരാടി അവൻ വീരചരമം പ്രാപിച്ചിരിക്കുന്നു. ഘടോൽകചൻ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായി തൻ്റെ ആയുധത്തിന് ഭാരക്കൂടുതലുള്ളതായി അയാൾക്ക് തോന്നി. കലങ്ങിയ കണ്ണുകളുമായി അയാൾ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നു. പക്ഷേ അയാൾക്ക് തളരാൻ കഴിയുമായിരുന്നില്ല. കാരണം അയാളുടെ പേര് പാണ്ഡു മഹാരാജാവും പത്നിമാരും വനവാസം നയിക്കുന്ന കാലം. ധർമ്മദേവന്റെ അനുഗ്രഹത്താൽ ഒരു പുത്രൻ ജനിച്ച സന്തോഷത്തിലാണ് രാജാവും പത്നി കുന്തി ദേവിയും. ഒരു രാജാവിന് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ജന്മനാൽ തന്നെ ആ കുട്ടിയിൽ ഉണ്ടായിരിക്കുമെന്ന് രാജാവും പത്നിയും വിശ്വസിച്ചു. ഇനി തങ്ങൾക്ക് വേണ്ടത് ഒരു സംരക്ഷകനെയാണ്. രാജ്യത്തെയും ജനതയെയും എല്ലാം സംരക്ഷിക്കാൻ കഴിവുള്ള ഒരാളെ. പഞ്ചപാണ്ഡവരിലെ രണ്ടാമൻ്റെ വരവായിരുന്നു അത്. വായുദേവന്റെ അനുഗ്രഹത്താൽ ഒരു പുത്രൻ കൂടെ ജനിച്ചു. കാലങ്ങൾ കടന്നുപോയി. രാജദമ്പതികൾക്ക് 3 പുത്രന്മാർ കൂടെ ജനിച്ചു. കുന്തിദേവിക്ക് അർജുനനും മാദ്രീദേവിക്ക് നകുലനും സഹദേവനും പിറന്നു. പക്ഷെ പിതാവ് പാണ്ഡുവിൻ്റെ അകാല വിയോഗം അവരെ പ്രതിസന്ധിയിലേക്കും പുതിയ അവസരങ്ങളിലേക്കും ഒരുപോലെ നയിച്ചു. വനവാസം മതിയാക്കി അവർ ഹസ്തിനപുരത്തേക്ക് പോകാൻ നിർബന്ധിതരായി. രാജകുമാരന്മാരുടെയും റാണിയുടെയും വരവ് ആഘോഷമാക്കാൻ തന്നെ രാജ്യം തീരുമാനിച്ചു. ഭീഷ്മരുടെ നേതൃത്വത്തിൽ രാജകുമാരന്മാരെ വരവേൽക്കാൻ ഹസ്തിനപുരം ഒരുങ്ങി. പക്ഷേ ആഘോഷങ്ങളിൽ നിന്ന് മനസ്സുകൊണ്ട് വിട്ടുനിൽക്കുന്ന ഒരു കൂട്ടർ ഹസ്തിനപുരത്തുണ്ടായിരുന്നു. ദുര്യോധനനും സംഘവും. തൻ്റെ രാജ്യാധികാരം തട്ടിയെടുക്കാൻ വന്നവരായി അയാൾ 5 സഹോദരങ്ങളെയും കണ്ടു. കൂട്ടിന് അമ്മാവൻ ശകുനിയും സുഹൃത്ത് കർണനും കൂടിയായതോടെ പാണ്ഡവരോടുള്ള ദുര്യോധനന്റെ വിദ്വേഷം പകയായി മാറി. പാണ്ഡവരിലെ രണ്ടാമൻ. അവനാണ് മറ്റു 4 പേരെയും സംരക്ഷിച്ചു പോകുന്നത്. അവനെ ഇല്ലാതാക്കിയാൽ പിന്നീട് കാര്യങ്ങൾ എളുപ്പമാകും. അതിനായി ദുര്യോധനനും സംഘവും കരുനീക്കങ്ങൾ ആരംഭിച്ചു. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് അയാളെ പുഴയിലേക്ക് തള്ളി. പക്ഷേ അയാൾ തിരിച്ചു വന്നു. ഇതോടെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള അകൽച്ച ഇരട്ടിയായി. പിന്നീട് കാലം പല രീതിയിൽ കരുക്കൾ നീക്കി. ചൂതുകളിയിൽ പാണ്ഡവർക്ക് സകലതും നഷ്ടമായി. രാജസഭയിൽ വെച്ച് ദ്രൗപദി അപമാനിതയായി. ദ്രൗപദിയെ അയാൾ പ്രാണന് തുല്യം സ്നേഹിച്ചു. ദുശാസനന്റെ മാറ് പിളർക്കുമെന്ന് അയാൾ ദ്രൗപദിക്ക് വാക്ക് നൽകി. ദുശാസനൻ പ്രാണവേദനയിൽ അലറി. ദുശാസനന്റെ മാറ് പിളർന്ന് ഹൃദയ രക്തവുമായ അയാൾ ദ്രൗപദിയുടെ അടുത്തേക്ക് ഓടി. ചൂതുസഭയിൽ അഴിഞ്ഞു വീണ അവരുടെ മുടി കെട്ടിയൊതുക്കി. ഈ കാഴ്ച കണ്ട കുരുക്ഷേത്ര ഭൂമി വിറങ്ങലിച്ചു നിന്നു. ദുര്യോധനൻ തനിക്ക് മുന്നിൽ നിൽക്കുന്നയാളെ നോക്കി. പിതാമഹനെയും ദ്രോണരെയും കർണനെയുമെല്ലാം വിറപ്പിച്ചവൻ. ഗദാധാരിയെങ്കിലും അസ്ത്രവിദ്യയിൽ കർണനെ പോലും അമ്പരിപ്പിച്ചവൻ. തൻ്റെ എല്ലാ സഹോദരന്മാരെയും അനേകം അക്ഷോഹിണികളെയും ഒറ്റയ്ക്കില്ലാതാക്കിയവൻ. പാണ്ഡവരിൽ തനിക്കൊത്ത എതിരാളി. ഈ മനുഷ്യനെ താൻ വീഴ്ത്തിയാൽ രാജ്യം തൻ്റേതാകും, സർവവും തൻ്റേതാകും. പക്ഷേ തൻ്റെ സഹോദരങ്ങളോ പ്രിയമിത്രമോ ബന്ധുക്കളോ ഇല്ലാത്ത രാജ്യം തനിക്കെന്തിന്? ദുര്യോധനന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു. ഭീമന്റെ ഗദ വായുവിൽ ഉയർന്നു. ഇരുവരും തമ്മിൽ ശക്തമായ പോരാട്ടം ആരംഭിച്ചു. തുടക്കത്തിൽ ഇരുവരും തുല്യശക്തിയോടെ പോരാടി. ക്രമേണ ദുര്യോധനന് മേൽക്കൈ ലഭിച്ചു തുടങ്ങി. ഭീമനേക്കാൾ മെയ്വഴക്കത്തോടെ അയാൾ പോരാടി. ഭീമൻ തളർന്നു തുടങ്ങി. പാണ്ഡവർ പരസ്പരം നോക്കി. ഭീമന്റെ നോട്ടം ഒരു നിമിഷം കൃഷ്ണനിലേക്ക് പാഞ്ഞു. കൃഷ്ണൻ ഭീമനെ നോക്കി തുടയിൽ തട്ടിക്കൊണ്ട് ഇരുവരെയും പ്രോത്സാഹിപ്പിച്ചു. ഭീമൻ തൻ്റെ ഗദ ഉയർത്തി. ദുര്യോധനന്റെ മുഖത്ത് ചെറിയ പുഞ്ചിരി വിടർന്നു. തളർന്നിരിക്കുന്ന ഭീമനെ നോക്കി
അയാൾ പോരാടാൻ ആവശ്യപ്പെട്ടു. ഭീമൻ തൻ്റെ ഗദ വായുവിൽ ആഞ്ഞു ചുഴറ്റി. ശേഷം ദുര്യോധനന്റെ തുടയിൽ ശക്തിയായി പ്രഹരിച്ചു. അയാൾ നിലം തെറ്റി വീണു. പ്രാണവേദനയിൽ അയാൾ അലറി. ഗദായുദ്ധത്തിൽ അരയ്ക്ക് താഴെ പ്രഹരിക്കുക എന്നത് നിയമവിരുദ്ധമാണ്. ഭീമൻ കൃഷ്ണനെ നോക്കി, തൻ്റെ സഹോദരങ്ങളെ നോക്കി.